എല്ലാവർക്കും ലിറ്റിൽ ഗേളി ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് മെഹന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് തൊലിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൽ നിന്ന് 2 സ്പൂണാണ് എടുക്കുന്നത്. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇതിലേക്ക് 2 സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ടത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. ഇതും 2 സ്പൂണാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ സാധാരണ പാട്ട മൈലാഞ്ചി ഉണ്ടാക്കുമല്ലോ, ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കില്ലേ, അതേ മെത്തേഡ് തന്നെയാണ് നമ്മളൊക്കെ ഉണ്ടാക്കാറുള്ളത് തന്നെയാണ് അല്ലേ. പക്ഷേ ഈ ബീട്രൂട്ട് വെച്ചിട്ടുള്ളത് പുതിയൊരു അറിവാണ്. നമ്മളൊരു ടിന്ന് എടുത്തിട്ട് അതിലേക്കാണ് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വയ്ക്കും. അപ്പം ഞാനിവിടെ മഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മിക്സ് ഇങ്ങനെ ചുറ്റിലും സൈഡിലോട്ടാക്കി ഇട്ടിട്ട് ഞാൻ നടുവിലായിട്ട് ഈ ഒരു മഗ്ഗ് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ ഈ എയർ പുറത്തേക്ക് പോവാത്ത രീതിയിലുള്ള ഒരു പാത്രം വെക്കണം. അതിൽ വെള്ളം വെക്കണം. എന്നിട്ട് നമ്മൾ ആ മേലത്തെ പാത്രത്തിൽ വെച്ച വെള്ളം തിളയ്ക്കുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടാക്കണം. ഈ ഒരു മിക്സ് കരിഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്റ്റീമൊക്കെ ഈ ഗ്ലാസ്സിൽ കളക്റ്റായിട്ട് അങ്ങനെയാണ് നമ്മൾ മെഹന്തി ലിക്വിഡ് എടുക്കുന്നത്. അപ്പോൾ ആ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ്സിൽ കളക്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയാണ് കിട്ടിയത്. അത്ര വലിയൊരു കളറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ശരിക്ക് കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ വീണ്ടും ചെയ്യാനൊന്നും നിന്നില്ല. ജസ്റ്റ് ആ കിട്ടിയ ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ ലിക്വിഡിന് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യുന്നത് കുങ്കുമമാണ്. അപ്പോൾ ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മൈദ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ എടുത്തത് കുങ്കുമമാണ്. അപ്പം ഇതൊരു നമുക്ക് ബ്രൗൺ കളറല്ലാത്ത ഒരു മെറൂണിഷ് ഷെയ്ഡാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഒരു പേസ്റ്റ് രൂപത്തിലുള്ള രീതിയിൽ കുങ്കുമം ആക്കിയിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ലിക്വിഡായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ചില സ്ഥലത്തൊക്കെ വെള്ളം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്തതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഡിസൈനൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സാധാരണ ബേസിക് ആയിട്ടുള്ള നമ്മൾ പണ്ട് മുതലേ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഡിസൈനാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് നഖത്തിനിട്ട് നോക്കിയിട്ടില്ല. അപ്പം നഖത്തിന് എനിക്ക് ഇടാൻ അത്ര താല്പര്യമില്ല. പിന്നെ നഖത്തിന് ഇട്ട കളർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും അതിനെ പറ്റിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ പക്ഷേ കയ്യിൽ നമുക്കിപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാ ചുമ്മാ ഞാനൊരു ഡിസൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ചില സ്ഥലത്തൊക്കെ നല്ല പോലെ ആ പൊടിയുണ്ട്, ചില സ്ഥലത്ത് വെള്ളം പോലെയാണുള്ളത്. ഞാൻ കൈ വെച്ച് അപ്ലൈ ചെയ്തതുകൊണ്ട് കയ്യിൽ ആ ഒരു കളറ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഒരു 10 മിനിറ്റ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കയ്യിൽ. എന്നിട്ട് നമുക്ക് കഴുകിയിട്ട് എത്ര കളറ് വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇത് കഴുകിയപ്പം വന്ന ഒരു കളറാണിത്. ഇത് വീഡിയോയിൽ ഇത്രയും ലൈറ്റായിട്ട് കാണുന്നതാണ്. ശരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കാണ് നേരിട്ട് കാണുമ്പോൾ ഉള്ളത്. പിന്നെ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം എടുത്തതാണ്. അപ്പോഴേക്കും കുറച്ചും കൂടെ ഡാർക്കായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീണ്ടും ഒരു സെക്കൻഡ് കോട്ട് ഞാൻ ചെയ്തു. പക്ഷേ സെക്കൻഡ് കോട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്ന് തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് പൗഡറൊക്കെ കയ്യിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്തെ കണ്ട ഒരു ഓറഞ്ച് കളറ് കുറച്ച് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം, അതായത് ഓവർനൈറ്റ് വെക്കാൻ വേണ്ടി ഇടാൻ എടുക്കുമ്പോഴേക്ക് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ടൈറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫുള്ളായിട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കയ്യിലൊക്കെ.
അപ്പം ഓവർനൈറ്റ് വെച്ചതിന് ശേഷമുള്ള ഒരു കളറാണ് ഈ കാണുന്നത്. രാവിലെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ടൈം പോകും തോറും കളറ് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പം 3 ദിവസമായിട്ടും കളറിന് ഒരു ചേഞ്ചും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ ഇട്ട കുഞ്ഞു കുഞ്ഞു ഡിസൈൻ്റെ മുകളിലൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയ ഡോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 2 കോട്ട് ഇട്ടപ്പോൾ ഉള്ള കളറും 1 കോട്ട് ഇട്ടപ്പോൾ ഉള്ള കളറും. അപ്പം ഇതാണ് ഇൻസ്റ്റൻറ്റ് മെഹന്തി ആയിട്ട് ഇടുന്നത്. ശരിക്കും നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പെരുന്നാളിനൊക്കെ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.